EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വലിയ തലവേദനയായി മാറി വരികയാണ്. ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ അധികാരമായ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ പോലും സുതാര്യതയില്ല എന്ന് പറയുമ്പോൾ അത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ പരിശോധനയ്ക്കായി നയരൂപവൽക്കരണം വേണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമാവുകയാണ്. ഈ അനിവാര്യത ആവശ്യപ്പെടുന്ന ഹർജികൾ ജനുവരിയിൽ പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും EVM ഒരു പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ, അതൊരു തട്ടിപ്പിന്റെ സംശയം നൽകുന്ന സാഹചര്യത്തിൽ ഒരു നയരൂപീകരണം അത്യാവശ്യമാണെന്ന കാര്യം കോടതിയെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹരിയാന മുൻ മന്ത്രി കരൺ സിംഗ് ദലാൽ, ലഖൻ കുമാർ സിൻഹ എന്നിവർ സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചായിരുന്നു പരിഗണിക്കുകയെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരുന്നതാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ കോടതി തീർപ്പ് കൽപ്പിക്കാറില്ല. അതിനുള്ള അധികാരം കമ്മീഷന് നൽകുകയാണ് പതിവ്. പക്ഷേ നിരന്തരമായി ആക്ഷേപങ്ങളും പരാതികളും EVM-നെ കുറിച്ച് വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാൻ കോടതിക്കും ആകില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇക്കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിൽ 20ഓളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിച്ചത് EVM-ന്റെ ബാറ്ററി ചാർജിൽ തെളിഞ്ഞുവെന്ന വിദഗ്ധരുടെ സഹായത്തോടെ കോൺഗ്രസ് പരാതി ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതുപോലെ മഹാരാഷ്ട്രയിൽ വ്യാപകമായ വോട്ട് വ്യത്യാസവും കാണാനായി. അതിലൊന്നും തീരുമാനമാക്കാത്ത സ്ഥിതിക്കാണ് ഒരു നയരൂപീകരണത്തിന് വേണ്ടി കോടതി കയറിയിരിക്കുന്നത്. എന്നാൽ ഇതിനെ എതിർക്കാനാണ് കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ അതിലെ കള്ളക്കളി വ്യക്തമായി വരികയാണ്. സമാന ആവശ്യം ഉന്നയിച്ചുള്ള ഹർജികൾ നേരത്തെ തള്ളിയിരുന്നുവെന്നും ഇതിലും അതേ സമീപനം സ്വീകരിക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. പുതിയതായി കണ്ടുവരുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന പ്രവണതയെ പഴയ വിധികൾ കൊണ്ട് നേരിടാം എന്ന അവിയേഷൻ തന്നെയാണ് വളരെ അത്ഭുതപ്പെടുത്തുകയാണെന്നാണ് സത്യസ്ഥിതി. പുതിയതായി ഉണ്ടായിരിക്കുന്ന കൃത്രിമത്വ സംശയം അത് പരിശോധിക്കാൻ പറയാനുള്ള തന്റെ ഇടം കേന്ദ്രം കാണിക്കേണ്ട. അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല, EVM-ൽ നടക്കുന്നതിനെ ന്യായീകരിക്കുകയാണ്. തുടർന്ന് ജനുവരി 4-ാം വാരം ഹർജി പരിഗണിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നത്. ഡിസംബർ 13-ന് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, PB വരാലെ എന്നിവരുടെ ബെഞ്ച് ഹർജി കേൾക്കാൻ വിസമ്മതിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഹർജി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മുമ്പാകെ എത്തിയത്. ബാലറ്റ് പേപ്പർ സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും രാജ്യത്ത് ശക്തമാകുന്നതിനിടയിൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് സുപ്രീം കോടതിയുടെ തീരുമാനം എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ക്രമക്കേടുകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നാണ് ഇന്ത്യൻ ജനകോടികളുടെ പ്രാർത്ഥന.